വേഴ്സറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഈ പൊകിരാജയും മകരമഞ്ഞും 3 ദിവസത്തെ ഗ്യാപ്പിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു മഹേഷ് നാരായണൻ ഉണ്ടല്ലോ വേ ബാക്ക്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് കുറച്ചുകൂടെ അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു അറിയിപ്പ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് സി യു സോൺ ആയിരുന്നു. മാലിക്ക് വേറൊരു സ്കെയിലായിരുന്നു, ടേക്ക് ഓഫ് വേറൊരു രീതിയാണ്. ഇടയ്ക്ക് ഞാൻ എഴുതിയൊരു പടം മലയും കുഞ്ഞ് വേറൊരു ഫോമിലുള്ള പടമായിരുന്നു. ഓരോന്നും ഇതിനകത്ത് ഇപ്പോൾ ഫഹദാണെങ്കിലും ഒക്കെ വേറെ വേറെ ഷെയ്ഡ്സാണ് എൻ്റെ പടങ്ങളിൽ അഭിനയിക്കുന്നതിനകത്ത്. ഒരേ ക്യാരക്ടർ അല്ലല്ലോ, വേറെ വേറെ ക്യാരക്ടേഴ്സാണ് അഭിനയിക്കുന്നത്. ഞാനെപ്പോഴും ഒരു പടം പോലെ, ഇപ്പം ഈ പടത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പടം പോലെ വേറൊരു പടം എനിക്ക് എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഞാനെപ്പോഴും അതാണ് കാണുന്നത്. പടങ്ങൾ കാണുന്ന സമയത്തും നമുക്ക് ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഈ സ്ക്രിപ്റ്റ് തീർന്നു കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇത് മമ്മൂക്കയോട് പറയാം എന്ന് തോന്നിയിട്ടാണ് മമ്മൂക്കയോട് പോയി അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് ഇതിനകത്തൊരു കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ബഡ്ജറ്റായിരുന്നു. ബിക്കോസ് ഇത് ഇൻവോൾവ് ചെയ്യുന്നത് ഇതൊരു ഒരു കൺവെൻഷണൽ ഫോമിൽ പറയുന്ന പടമല്ല എന്നുള്ളത് മനസ്സിലായി. കുറച്ച് അൺകൺവെൻഷനലാണ്, എന്നാൽ ബഡ്ജറ്റും വേണം. അപ്പം എങ്ങനെയാണ് ഇത് പുൾ ഓഫ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അതിനെ കുറച്ച് സമയം എടുത്തു ഞങ്ങളെല്ലാവരും. അപ്പം അവിടെയാണ് നമ്മളിപ്പം ഈ പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ടോപ്പ് ഗണ്ണൊക്കെ കണ്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും കമ്പാരിസൺ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ എന്താ പറയുക, നമുക്ക് ബ്രേക്ക് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടൊന്നും ചിന്തിക്കാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സിനിമയിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ആലോചിച്ചിരുന്നു. പേഴ്സണൽ അറ്റാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് റിലീസിന്റെ അന്നൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ സിനിമകൾക്കും എനിക്ക് ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ മാലിക്കിലുണ്ടായിരുന്നു. എല്ലാത്തിനും നമുക്കിപ്പോൾ കുറച്ചുകൂടെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള എത്തിയിട്ടില്ല, അല്ലാതെ തന്നെയുള്ള സംഭവങ്ങളെ കുറിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കുറച്ച് ലൈറ്ററായിട്ട് അത് പറയുന്നവർ അവരുടെ അഭിപ്രായങ്ങളല്ലേ, അത് പറയണം, കേൾക്കണം. കാരണം അവർ എക്സ്പെക്ട് ചെയ്ത് പോകുന്നത് എന്താണോ അത് എക്സ്പെക്ടേഷനും ഡെലിവറിക്കും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ബേസിക്കലി അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തിയേറ്ററിലേക്ക് വന്ന് സിനിമ ആസ്വദിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമസ്കാരം, ഗാലറി വിഷൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്രിയോട്ട് ഹൗസ്ഫുൾ ആയിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം പോകുന്ന സംവിധായകൻ മഹേഷ് നാരായണൻ ഉണ്ട്. സോ നമസ്കാരം. ഇപ്പോൾ ഒരു സെൻ മോഡിലായോ? കാരണം വലിയൊരു പ്രോസസ്സാണ്. സ്റ്റാർട്ട് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തി, ആളുകൾ ഇത് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സെൻ മോഡിലേക്ക് എത്തി തുടങ്ങി. അല്ല, അത് കുറച്ചുകൂടെയൊക്കെ സ്വീകാര്യത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടൊരു മോഡിലേക്ക് എത്തി. ഈ ശരിക്കും തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ തിയേറ്ററിൽ വർക്ക് ആവാന്ന് പറയുമ്പോൾ ഒരു വേറെ ഡയമെൻഷൻ തന്നെയാണല്ലോ. ശരിക്കും മാലിക് OTT വന്നു, സി യു സൂണും OTT ശരിക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് ഇമ്പാക്റ്റും ഈ ഒരു ഇമ്പാക്റ്റും നമ്മൾ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഓവറോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ സിനിമ നമ്മൾ കുറേ അധികം ആളുകളിലേക്ക് എത്തുമ്പോഴും അത് കാണുമ്പോഴുമാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. സിനിമ നമ്മൾ പറയാൻ ആഗ്രഹിച്ച രീതിയിൽ സിനിമ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 6 months കൂടുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഔട്ട്ഡേറ്റഡ് ആവും എന്നുള്ള ഒരു സംഭവം. അപ്പോൾ 2 സ്റ്റാറുകൾ വരികയാണ് ഇതിലേക്ക്. ശരിക്കും എങ്ങനെ ആസ് എ റൈറ്റർ ആദ്യം ഇത് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കണേ, ആൻഡ് രണ്ടാമത്തെ കാര്യം ഫിലിം മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ശരിക്കും എങ്ങനെ ആ പ്രോസസ്സ് മാനേജ് ചെയ്ത് പോണേ? ഇതിനകത്ത് ഇപ്പോൾ സ്റ്റാർസ് ആയിട്ട് ആരും അഭിനയിച്ചിട്ടില്ല. പറഞ്ഞാൽ ആക്ടേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഈ റീയൂണിയൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതിനകത്ത് അവരുടേതായിട്ടുള്ള ഒരു മമ്മൂക്കെന്നോ ലാൽ സാറിന്നോ ഉള്ള ഒരു കോൺസെപ്റ്റിൽ വന്നിട്ട് അഭിനയിച്ച പടമല്ല ഇത്. അവർ ആക്ടേഴ്സായിട്ട് വന്ന് അഭിനയിച്ചിരിക്കുന്ന ഒരു പടമാണ്. അപ്പം അതിനകത്ത് ആ സ്ക്രിപ്റ്റിലുള്ളൊരു ഹൈ അവർക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവർ വന്ന് അഭിനയിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും അതിൽ തന്നെയാണ്. അപ്പം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അത് കുറച്ചുകൂടെ നമ്മൾ മുൻപ് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എനിക്കും തരാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കുക, അതിനകത്ത് കുറച്ചുകൂടെ എന്താ പറയുന്ന ഒരു എല്ലാ ഈ പറഞ്ഞ പോലെ ഒരു വൃത്തിയായിട്ടൊരു സിനിമ ഉണ്ടാക്കുക എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ റീയൂണിയൻ ഫാക്ടറിനെ പറ്റി പറയുമ്പോൾ ഇപ്പം ഇവർ രണ്ടുപേരും ഇപ്പോൾ ഏകദേശം 50 സിനിമകളും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ആദ്യത്തെ 30 ഒരുമിച്ച് അഭിനയിച്ച സിനിമകളാണ് ശരിക്കും ഇവർ രണ്ടുപേരെയും ആക്ടേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഐശ്വര്യ സാറിനെ പോലുള്ളവരൊക്കെ ഭയങ്കര പെക്യുലർ ആയിട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് ഇവരെ പിക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതാണ് പാട്രിയോട്ട് കണ്ടപ്പോൾ കുറേ കൂടെ ഫീൽ ചെയ്ത് ആ റെഫറൻസ് ശരിക്കും എപ്പോഴും തോന്നിയായിരുന്നു. കാരണം ഇവരിലെ സ്ട്രോങ്ങസ്റ്റ് പോർഷൻസ് ആയിട്ടുള്ള ആക്ടർ ഫാക്ടർ യൂസ് ചെയ്യണമെന്നുള്ള. അല്ല, ആക്ടേഴ്സ് ആണല്ലോ, എല്ലാവരും ആക്ടേഴ്സ് ആണല്ലോ. ഇവരെല്ലാവരും രണ്ടുപേരും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ടേഴ്സായിട്ട് തന്നെ എത്രയോ പടങ്ങൾ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ എനിക്കൊന്ന് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ കഥയ്ക്കനുസരിച്ച് അവർ വരിക, അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കിട്ടുക, അവർക്ക് എന്താണ് ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഒരു ഹൈ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്.
ഈ കമ്പനി ആക്ടേഴ്സ് എന്ന് പറഞ്ഞ 2 ആക്ടേഴ്സ് ഉണ്ടല്ലോ. കമ്പനി ആക്ടേഴ്സ് പറയാൻ പറ്റത്തില്ല, അവരും സുഹൃത്തുക്കളായതുകൊണ്ട് അവർ നമ്മളിപ്പം ഓരോരുത്തർക്കും എല്ലാവർക്കും ഓരോരോ റോളുകളാണല്ലോ വരുന്നത്. അവര് ശരിക്കും എങ്ങനെ അവരോട് അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരിക്കും. ഈ കഥ ആക്ച്വലി കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കഥ. ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ കഥ ആലോചിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കുറച്ചൊന്ന് എവിടെയെങ്കിലുമൊക്കെ തൊടണം, നമ്മൾ കുറച്ചുകൂടെ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഈ കഥ ആലോചിക്കുന്ന സമയത്ത് ഇതൊരു എന്താ പറയുന്നത്, ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലറാണ്. ആ ത്രില്ലറിനകത്ത് കുറച്ച് സ്പൈ അല്ല, പക്ഷേ കുറച്ചൊരു ഓൺ ദ റൺ ഒരു മനുഷ്യൻ്റെ കുറച്ച് കാലത്തെ ഒരു ഓട്ടം ഉണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം പ്രൈമറിലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഷയമാണ് എന്നെ ഈ പടത്തിലോട് അടുപ്പിച്ചത്. അപ്പം കാരണം നമ്മളിപ്പം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ ഇതുമായിട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുമ്പം അതിൻ്റെ റൂട്ട് കോസ് എവിടുന്നാണ് വരുന്നതെന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് മാത്രം പറയാതെ ഇത് എവിടുന്ന് വരുന്നു, ഹൗ ദിസ് ടെക്നോളജി ഈസ് കമ്മിങ് ആൻഡ് ഹൗ ഈസ് ദിസ് ഗെറ്റിംഗ് മിസ്യൂസ്ഡ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ആലോചിച്ച് തുടങ്ങിയിട്ടാണ് ഈ കഥ തിരക്കഥ എഴുതിയത്. ആ തിരക്കഥ കഴിഞ്ഞിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഡാനിയൽ ജെയിംസ് എന്നുള്ള വ്യക്തിക്ക് എന്താ പറയുന്നത്, ആ വ്യക്തിയുടെ ഒരു ഡെലമയും കൺഫ്യൂഷനും കുറച്ച് ഫിയറും ഒക്കെ ഉണ്ട്. കാരണം പുള്ളി ഇന്ത്യക്ക് വേണ്ടി സാങ്ഷൻ ചെയ്തൊരു പ്രോഗ്രാം, അത് പുറത്തുനിന്ന് മേടിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണത്, സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അതിനകത്തുള്ള ആ മനുഷ്യൻ്റെ ഒരു അത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴുള്ള ഒരാളുടെ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് തിരിച്ച് നമ്മളെ വേറെ എന്തെങ്കിലും തരത്തിൽ ഹാംഫുൾ ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ പ്രശ്നം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ഒരു കൺട്രിക്ക് മുഴുവനായിട്ട് വാങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ, അതിപ്പോൾ ഞാനിപ്പോൾ പെരിസ്കോപ്പ് എന്ന് പറയുമ്പോഴും അതെന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം. സോ അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ കഥ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ചിട്ട് പോകുന്ന പോക്കിനകത്താണ് ബാക്കി എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ അതിനകത്ത് രേവതി ചേച്ചി അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറിൻ്റെ കാലത്തുണ്ടായിരുന്ന മേടിച്ച ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം പിന്നീട് അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അതിനു മുമ്പ് അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുശേഷം തിരിച്ച് ഇയാളെങ്ങനെയാണ് ഇയാൾ കൺട്രി വിട്ട് മാറി നിൽക്കുന്നതും പിന്നെ തിരിച്ച് പുറത്തോട്ട് വരുന്നതും എല്ലാം ആ തരത്തിൽ നോക്കുമ്പം പുള്ളിയുടേതായിട്ടുള്ള രീതിയിലുള്ള സ്പേസിലെല്ലാം വെച്ചിട്ടുണ്ട്. തിരിച്ച് റഹീമിലോട്ട് വരുമ്പം പുള്ളിയുടേതായിട്ടുള്ളൊരു സുഹൃത്ത്, ആ സുഹൃത്തും അവരും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഫിസ്റ്റ് ഫൈറ്റ്, അങ്ങനത്തെ മാൻ ടു മാൻ ഫൈറ്റ് അങ്ങനത്തെ അല്ല, പക്ഷേ ദേ ആർ തിങ്കിങ് ഒരു ബ്രെയിനാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ വാട്സപ്പ് എന്തൊക്കെ എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് നമ്മളതൊന്നും എൻക്രിപ്റ്റഡ് ആണെന്ന് നമ്മൾ വെറുതെ പറയാൻ, കാരണം നമ്മളിത് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. നിങ്ങളൊരു വാട്സപ്പിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു, ആ ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ മാത്രമല്ല സ്റ്റോറായി കിടക്കുന്നത്, അത് പലയിടത്തും സ്റ്റോറായി കിടപ്പുണ്ട്, അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ എങ്ങനെയാണ് അതിനെ ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്, അവർക്ക് അൾട്ടിമേറ്റ്ലി ഇതൊരു കോമൺ മാനെ അനുഭവിക്കുന്ന പ്രശ്നം എന്നുള്ള ലെവലിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എൻഡ് യൂസർ ആരാണ്, ആ എൻഡ് യൂസർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ ഇവർ എങ്ങനെയാണ് അവരതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നതെന്നും അവരതിനെ, കാരണം അതാണ് അവരുടെ ഏറ്റവും വലിയ ആ സമയത്ത് ഏറ്റവും വലിയ ഒരു നീഡ് അതാണ്. അപ്പോൾ ആ നീഡിനെ ചേസ് ചെയ്യുന്ന വ്യക്തികളുടെ കഥയായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. രാജീവ് സാറിന് ശരിക്കും എങ്ങനെയാ, സാറിന് ശരിക്കും ഭയങ്കര സൂപ്പർ ഫ്രഷ് ആയിട്ടാണ് ആ കാസ്റ്റിംഗ് എല്ലാവരും പറയണത്. കാരണം സാറ് അങ്ങനെ പെട്ടെന്ന് സാറിനെ പോയി കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പരസ്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ എഡിറ്ററായിട്ടുള്ളൊരു പരിചയമുണ്ട്. പുള്ളി വെട്രിമാരൻ്റെ ഒരു സിനിമയിൽ നന്നായിട്ട് ഒരു പടത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പടത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിങ്ങനെ അത് കണ്ടതിന് ശേഷം ഈ കഥ ഒരു രൂപമായി കഴിഞ്ഞപ്പം ഇങ്ങനെ ഈ റോള് ചെയ്യാൻ എന്താണ് സാറിൻ്റെ താല്പര്യം ചോദിക്കുകയും സാറ് സ്ക്രിപ്റ്റ് മൊത്തം കേട്ട് കഴിഞ്ഞിട്ടാണ് സാർ അഗ്രി ചെയ്തത് ചെയ്യാമെന്ന് പറയുന്നത്. ഈ ഓരോ കഥ പറയേണ്ട ഒരു സമയം ഉണ്ടെന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം മാലിക്കാണെങ്കിലും ടേക്ക് ഓഫ് ആണെങ്കിലും പറയേണ്ട സമയം ശരിക്കും അങ്ങനെ ആ ഒരു ടൈം പാസ് ചെയ്ത് പോകുമ്പോൾ പിന്നെ ആ കഥകൾ എന്തെങ്കിലും ചെയ്യാറുണ്ട്. ഈ കഥ ഭയങ്കര കുറച്ചുകൂടി ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ സമയത്താണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പം ഇതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും എഴുതി ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനകത്ത് പറയുന്ന ഇതിനകത്ത് ഈ പറഞ്ഞ ശക്തി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ഫോണുകളിൽ ഇന്നുണ്ട്. അതൊരു പ്രോഗ്രാം ഒരു മെസ്സേജായിട്ട് നിങ്ങളുടെയൊക്കെ ഫോണുകളിൽ വന്ന് കിടപ്പുണ്ട്.
അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങളതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അത് പലരും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് എപ്പോഴാണ് വരാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. സോ ആ കോൺസിക്വൻസസ് ഇങ്ങനെയൊക്കെ ആയിരിക്കാം വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ള എൻ്റെ ഒരു ടേക്കായിട്ടാണ് ഞാനിതിനെ പറഞ്ഞിരിക്കുന്നത്. ഈ വേഴ്സറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഈ പോകിരാജയും മകരമഞ്ഞും 3 ദിവസത്തെ ഗ്യാപ്പിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു മഹേഷ് നാരായണൻ ഉണ്ടല്ലോ വേ ബാക്ക്. ഇപ്പോൾ ആസ് എ ഫിലിം മേക്കർ ഭയങ്കര വേഴ്സറ്റൈൽ ഫ്ലെക്സിബിൾ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാറുണ്ട് എപ്പോഴെങ്കിലും? എഡിറ്റ് ചെയ്യാൻ അല്ല വർക്ക് പൊതുവേ അല്ല, വർക്ക് ചെയ്യുമ്പം ഒരു സിനിമ പോലെ അല്ലല്ലോ അടുത്ത സിനിമ. അങ്ങനെ ഞാനിപ്പം ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് കുറച്ചുകൂടെ അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അത് അറിയിപ്പ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് സി യു സോൺ ആയിരുന്നു. മാലിക്ക് വേറൊരു സ്കെയിലായിരുന്നു. ടേക്ക് ഓഫ് വേറൊരു രീതിയാണ്. ഇടയ്ക്ക് ഞാൻ എഴുതിയൊരു പടം മലയും കുഞ്ഞ് വേറൊരു ഫോമിലുള്ള പടമായിരുന്നു. അപ്പം ഓരോന്നും ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫഹദാണെങ്കിലും ഒക്കെ വേറെ വേറെ ഷെയ്ഡ്സാണ് എൻ്റെ പടങ്ങളിൽ അഭിനയിക്കുന്നതിനകത്ത്. ഒരേ ക്യാരക്ടർ അല്ലല്ലോ, വേറെ വേറെ ക്യാരക്ടേഴ്സാണ് അഭിനയിക്കുന്നത്. ഞാനെപ്പോഴും ഒരു പടം പോലെ, ഇപ്പം ഈ പടത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പടത്തിന് പടം പോലെ വേറൊരു പടം എനിക്ക് എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാനെപ്പോഴും അതാണ് കാണുന്നത്. ഇത് ഇന്ന പടം പോലെ ഇരിക്കുന്നു എന്ന് പറയണ്ട, അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവണം. ഈ വേഴ്സറ്റൈൽ ഫാക്ടർ എഡിറ്ററായിട്ട് എങ്ങനെ ഇപ്പോഴും ഹൈ തരണ? കാരണം ഇതും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഡിറ്റിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം അത് സ്ക്രിപ്റ്റ് സമയത്ത് തന്നെ നമ്മൾ ആലോചിക്കാറുണ്ട്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ കോ എഡിറ്ററുണ്ട് രാഹുൽ. അവരെല്ലാം ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിനകത്ത് അങ്ങനത്തെ ഒരു സംഭവം അൾട്ടിമേറ്റ്ലി സ്റ്റോറിയാണല്ലോ, പറയുന്ന കഥ ഏത് രീതിയിൽ കുറച്ചുകൂടെ പുതുതായിട്ട് പറയാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നോക്കാറുള്ളത്. ഈ പണ്ട് ഈ കമൽ സാറിനൊക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് ഇനി ഫാനായിട്ട് ചിലപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇത് വിശ്വരൂപം ടൈമിലാണ്. ഇപ്പോൾ ഈ ദുരന്തമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾ എപ്പോഴും പറയുന്നുണ്ട് വിശ്വരൂപം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലായി വരുന്നൊരു സമയം കൂടെയാണെന്നുള്ളത്. ശരിക്കും ഈ കമൽ സാറായിട്ടുള്ള ഡിസ്കഷനൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഫിലിം മേക്കിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പാറ്റേട്ടൊക്കെ ചെയ്യുന്ന ഓഫ് കോഴ്സ്. കാരണം പറയുന്ന വിഷയത്തിൻ്റെ സീരിയസ്നെസ് ചോർന്നു പോകാതെ പറയുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുന്നത്, കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് കൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോക്കസ് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പടത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള ചില ഇൻസിഡൻസ് ഉണ്ടല്ലോ. നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ 2 ദിവസം മുമ്പ് പോലും നമ്മൾ കണ്ടു ഒരു സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അപ്പോൾ ഈ വായിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്ന ചില എന്താ പറയുന്ന ഒരു ട്രാപ്പുണ്ട്. നമ്മൾ ഈ പടത്തിൽ തന്നെ പറയുന്നൊരു ലൈനുണ്ട്. മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചാക്കോച്ചിൻ്റെ പറയുന്നുണ്ട്, ഷെയിം ഈസ് ഗ്രേറ്റർ ദാൻ ഗിൽട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഷെയിമിനെ ഒന്ന് ഷ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, നാണക്കേടാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ അപമാനം പേടിച്ചിട്ടാണ് പലപ്പോഴും പല രീതിയിൽ, കാരണം ആൾക്കാർ ഭയങ്കര വൾണറബിളാണ്, ആൾക്കാർ ഭയങ്കര ഫ്രജൈലാണ്. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനെയാണല്ലോ, ഒരു കമൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രജൈലായിട്ട് ആൾക്കാർ പെട്ടെന്ന് മാറി നിൽക്കുക, പോവുക, അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറ്റാനും കൂടെ ഉള്ള ഒരു തോട്ടും കൂടിയാണ്. കാരണം ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ ഒരു കമ്പനിക്കെതിരെ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇതിൽ പറഞ്ഞേക്കുന്ന വിഷയം ഇതിൻ്റെ എല്ലാ പ്രോബ്ലംസിലും എല്ലാ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലും മൂലകാരണം ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കൈൻഡ് ഓഫ് ആളുകളിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യണേ. ശരിക്കും ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന സാഹചര്യം എടുത്തു കഴിഞ്ഞാലും പല സിറ്റുവേഷനുകളിലും ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഒരാളായിരിക്കും, അല്ലെങ്കിൽ 1-2 പേരായിരിക്കാം. അത് ശരിക്കും ഭയങ്കര അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ചെയ്തതാണ്. അങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രീ ഹാൻഡായിട്ട് നമുക്കൊരു ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഫോണുകളിൽ വരുന്ന നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വലിയ സാധനം അക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ആരും വായിച്ചു നോക്കുന്നില്ല. ഇതിനകത്ത് ശരിക്കും ഫേസ്ബുക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഫേസ്ബുക്കിന് നാളെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ വരെ നിങ്ങൾ കൊടുക്കുകയാണ്, നിങ്ങൾ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു ലീഗൽ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളും അതിനകത്തൊരു പ്രതിയാണ്. അപ്പോൾ അത് നിങ്ങൾക്കാർക്കും അറിയത്തില്ല. ഇത് നിങ്ങളത് വായിച്ചു പോലും നോക്കുന്നില്ല, നിങ്ങൾ ചുമ്മാ അക്സെപ്റ്റ് കൊടുക്കുന്നു, കയറി പോകുന്നു. കാരണം പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡാറ്റ ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറെ ഏത് രാജ്യമുള്ളേ? അപ്പോൾ ആ ചീപ്പറായിട്ട് കിട്ടുന്ന ഡാറ്റ കൊണ്ട് തന്നെ എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. ഇപ്പോൾ പല ആപ്പും ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു, തിരിച്ചു വിടുന്നു, ആപ്പ് ഇഷ്ടപ്പെടുന്നില്ല, കൊള്ളില്ല, പക്ഷേ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ രജിസ്റ്റർ എന്തൊക്കെ പോകുന്നു, എവിടെയൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ കിടക്കുന്നു, ഇതിൻ്റെ ഫയൽസൊക്കെ ഏത് സ്ഥലത്താണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ആരും കൺസേൺ അല്ല. അപ്പം ഞാൻ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ ആളുകൾ എനിക്ക് തന്ന ഫീഡ്ബാക്കിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ അധികം ആളുകൾ എന്നോട് പറഞ്ഞു, കിടക്കാൻ നേരത്ത് മൊബൈൽ ഫോൺ എപ്പോഴും
കട്ടിലിൻ്റെ സൈഡിൽ ചാർജിലായിരിക്കും. നമ്മളെപ്പോഴും കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടൊക്കെ കിടന്നിട്ടാണെങ്കിലേ ഉറക്കം വരത്തുള്ളൂ. അപ്പോൾ ആ ഉറക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ സിനിമ ഇങ്ങനെ ഓർമ്മ വന്നു, ഇങ്ങനെ വീണ്ടും വീണ്ടും ഹോണ്ട് ചെയ്ത സമയത്ത് പല ആപ്ലിക്കേഷൻസും അൺഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതൊരു ടേക്ക് അവേ ആണ്. കാരണം നമുക്കൊരു ഫിലിം മേക്കർക്ക് കിട്ടുന്നൊരു വലിയ ടേക്ക് അവേ ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ, അവർക്ക് ഈ പറഞ്ഞ പോലെ പലരും നമ്മൾ ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ലാപ്ടോപ്സിൻ്റെ അത് കണ്ടിന്യൂസ്ലി ഓൺ ആയിട്ടിരിക്കുന്നു, കണ്ടിന്യൂസ്ലി തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന സാധനത്തിനകത്ത് അതും നമുക്കറിയില്ല ഇത് എത്രത്തോളം നമ്മൾ അതിനകത്ത് വീണ് പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ചിലർ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സ്കൂൾ കുട്ടി ഇങ്ങനെ വീട്ടിലോട്ട് പടം കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് ലാപ്ടോപ്പ് അടച്ചു വെക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇതുപോലെ ഇനി ആവശ്യമുള്ളപ്പോൾ മാത്രം തുറന്നാൽ പോരെ, എന്തിനാ എപ്പോഴും തുറന്നു വെക്കുന്നത്. ചിലർ ക്യാമറകളിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചു. അപ്പം എനിക്ക് അതൊക്കെ മാത്രമാണ് ഒരു ഞാൻ പറഞ്ഞ അതൊരു ഇമ്പാക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ശരിക്കും പിന്നീട് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഫോൺ റിവ്യൂവിൻ്റെ കേസിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇറ്റ്സ് ലൈക്ക് എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ പോലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള. അത് ശരിക്കും ഒരു മോഡേണൈസ്ഡ് സോഷ്യൽ കൾച്ചറിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരാൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആ ആൾ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര വട്ടായിട്ട് തോന്നാം, പക്ഷെ എന്നാൽ അതിൽ ഭയങ്കര സത്യമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മമ്മൂക്ക ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു പോർഷൻസ്. ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങളിപ്പം സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനം നമുക്കിപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു ലക്ഷറി. ഇന്നിപ്പോൾ 5000 രൂപയ്ക്ക് ബേസിക് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വാട്സപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോൺ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോൺ വാങ്ങുന്ന സമയത്ത് എൻഡ് ഓഫ് ദി ഡേ ഈ ഫോണിൻ്റെ പ്രോഡക്റ്റ്, അതായത് നിങ്ങളാണ് ആ ഫോണ് മേടിക്കുന്നത്, നിങ്ങൾ ആ ഫോൺ ഒരു നല്ല പ്രോഡക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ കുറേയൊക്കെ വൈസ് വേഴ്സയാണ്. ഈ ഫോൺ തന്നെ നിങ്ങളെ ഒരു പ്രോഡക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. സോ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ചില സാധനങ്ങൾ എപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാമല്ലോ, പല സമയം പണ്ടൊക്കെ നമുക്കറിയായിരുന്നു മലയാളം, ഇത് മലയാളം ഒന്നും ഡീകോഡ് ചെയ്യില്ല. ഇപ്പം ChatGPT തന്നെ നല്ല മലയാളം പറയുന്നു, സ്ലാങ് തിരിച്ച് മലയാളം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ റീജിയണൽ ഭാഷയോ അങ്ങനത്തെ ഭാഷ ഒന്നുമില്ല. അപ്പം റീജിയണലായിട്ട് പറയേണ്ട ഒരു വിഷയം, എന്നാൽ അത് കുറച്ചുകൂടെ ഇന്ത്യൻ പ്രേക്ഷകർക്കും കൺവേ ചെയ്യുന്നൊരു വിഷയം, അത് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഈ സിനിമ ചൂസ് ചെയ്യാനുള്ള കാരണം. മമ്മൂക്കനെ ഫസ്റ്റ് ശരിക്കും അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഈ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട്? പിന്നെ ടേക്ക് ഓഫ് കഴിഞ്ഞ മമ്മൂക്ക എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന സമയത്തൊക്കെ എനിക്ക് അറിയാവുന്നൊരു, പിന്നീട് പടങ്ങൾ കാണുന്ന സമയത്തും മമ്മൂക്ക ചോദിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഈ സ്ക്രിപ്റ്റ് തീർന്നു കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇത് മമ്മൂക്കയോട് പറയാം എന്ന് തോന്നിയിട്ടാണ് മമ്മൂക്കയോട് പോയി അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് അതിനകത്തൊരു കൺസേൺ എന്ന് പറയുന്നത് ബഡ്ജറ്റായിരുന്നു. ബിക്കോസ് ഇത് ഇൻവോൾവ് ചെയ്യുന്നത് ഒരു കൺവെൻഷണൽ ഫോമിൽ പറയുന്ന പടമല്ല എന്നുള്ളത് മനസ്സിലായി. കുറച്ച് അൺകൺവെൻഷനലാണ്, എന്നാൽ ബഡ്ജറ്റും വേണം. അപ്പം എങ്ങനെയാണ് ഇത് പുൾ ഓഫ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അതിനെ കുറച്ച് സമയം എടുത്തു ഞങ്ങളെല്ലാവരും. അപ്പം അവിടെയാണ് നമ്മളിപ്പം ഈ പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. അവരിതിനകത്ത് കൺവിൻസ്ഡ് ആയിട്ട് വന്നു. ആൻഡ്രൂ ജോസഫും അനിൽകുമാർ സാറും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും, സുഭാഷ് ആയാലും സലീമായാലും എല്ലാവരും അതിനകത്തൊരു ഒരേ മനസ്സോടുകൂടി ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവോടുകൂടി വരികയും അവർ ഈ സിനിമയെ മൗണ്ട് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് ആ സമയത്താണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് എല്ലാവരും, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ക്രൂഷ്യലായിട്ട് വരുന്ന റഹീമിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഒരു സ്റ്റേജിൽ വളരെ ക്രൂഷ്യലാണ്. ഞങ്ങളാരും അതിനകത്ത് അങ്ങനെ ഒരു മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ എന്നുള്ളതിലല്ല ആലോചിക്കുന്നത്. ആക്ടറായിട്ട് ഇങ്ങനെ ഒരാൾ വന്ന് ചെയ്താൽ ചിലപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് മാത്രം. അത് പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇവര് രണ്ടുപേരും ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരുപാട് റോളുകൾ അങ്ങനെ ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് തിരിച്ച് വീണ്ടും നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർസിനെ ഷ്രെഡ് ചെയ്ത് ഇവരൊക്കെ അഭിനയിച്ചു തുടങ്ങി. ഇനിയും നമ്മളിവരെ സ്റ്റാർസ് ആയിട്ട് മാത്രം കാണേണ്ട കാര്യമില്ല, ആക്ടേഴ്സ് ആയിട്ട് നമ്മൾ. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഇത് പാട്ടിട്ട് കഴിഞ്ഞിട്ട്. അതായത് ഒരുപക്ഷെ അവരാരും ഈ ഹരികൃഷ്ണൻസ് ഇറക്കി മുമ്പുള്ള സിനിമകൾ ആരും പരിചയമില്ലാത്തവരാണ് ഒരുപക്ഷെ. 2020 പോലത്തെ സിനിമകൾ അവരത് കഴിഞ്ഞ് വന്നിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റാർ സെലിബ്രേഷൻ. പക്ഷെ അതിന് മുമ്പ് ഇവർ ചെയ്തിരുന്നത് ഇങ്ങനത്തെ സിനിമകളാണ്. ശരിക്കും എപ്പോഴും ഈ മിഡ് സ്ട്രീം സിനിമകളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൂടെയാണല്ലോ. അപ്പൊ ആ തരത്തിലൂടെയുള്ള പാട്രിയോട്ട് ശരിക്കും ടു കൊമേഴ്ഷ്യൽ ആണെന്ന് വെച്ചാൽ എന്നാൽ ടു അക്കാഡമിക്. ഈ കറക്റ്റ് പ്ലേസ്മെന്റ് ഡിസൈഡ് ചെയ്ത് ശരിക്കും ഏത് പോയിന്റില? ഓൺ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു? അല്ല, ഡ്രാഫ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചില ഐഡിയ ഫലമായിട്ട് ഇപ്പം നമ്മൾ ആലോചിക്കുമ്പം ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഇതെനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്ക്രീൻ ബേസ്ഡ് ആയിട്ട് സീ യു സൂണൊക്കെ പോലെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഞാനിതിനെ കണ്ടത് കുറച്ചുകൂടെ
എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കണം. പക്ഷേ അതിനകത്ത് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാക്കുക. ഇതേപോലെ ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഇപ്പം അവരവരുടെ ഏജ് പ്ലേ ചെയ്യുക. ഞാൻ പറഞ്ഞു അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം മമ്മൂക്കയാണെങ്കിലും ലാൽ സാർ ആണെങ്കിലും അവരവരുടെ ഏജാണ് അവർ പ്ലേ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല അവർ വരുന്ന അവരുടെ ബാക്ക് സ്റ്റോറി എല്ലാം ഈ പറഞ്ഞ ചില ക്യാരക്ടേഴ്സിന് അവരുടെ ബാക്ക് സ്റ്റോറി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചില കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. ഒരു ഫോട്ടോഗ്രാഫ് നേരത്തെ പാസ്റ്റ് കാണിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെ ആയിരുന്നുള്ള ആളുകളാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ലെയറുകൾ സബ് ടെക്സ്റ്റ് ആയിട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലർ സ്റ്റാർസിനെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല, അവർക്ക് ചിലപ്പം അവരുടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചിലപ്പം ഈ റഹീമിൻ്റെ ഒരു ഈ പറഞ്ഞ പോലത്തെ ഒരു കൾമിനേഷൻ പാർട്ടിൽ ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര സർപ്രൈസ്ഡ് അയ്യോ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് അവരും മനുഷ്യരാണ്, അവരും ക്യാരക്ടേഴ്സായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടേഴ്സിനകത്ത് അവരെല്ലാവരും എല്ലാ രീതിയിലുള്ള പടങ്ങളും അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര അമാനുഷികരായിട്ടുള്ള സിനിമകളും അഭിനയിക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വേറെ രീതിയിലുള്ള സിനിമകളും അഭിനയിക്കുന്നുണ്ട്. അപ്പം ഈ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞാൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ എന്ത് തരം സിനിമയാണ് വേണ്ടതെന്നുള്ളത് അവരും ഡിസൈഡ് ചെയ്ത സിനിമ തന്നെയാണ്. അപ്പം അത് എൻ്റെ കൂടെ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയാമല്ലോ, പ്രേക്ഷകർക്ക് അറിയാമല്ലോ ഇതെന്താണ് ഇയാളുടെ കൂടെ ചെയ്യാൻ പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ശരിക്കും പറഞ്ഞാൽ സുഷിൻ തരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. കാരണം സുഷിൻ ഈ 2024 കഴിയുമ്പോഴത്തേക്കും ഈ ആവേശമൊക്കെ ഭയങ്കരമായിട്ട് കത്തിക്കുന്ന സമയം. സുഷിനായിട്ട് റീകൊളാബറേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെയാ വർക്കിംഗ്? സുഷിൻ എപ്പോഴും എല്ലാ കാലത്തും എനിക്കൊരു ബൗൺസ് ബോളാണ്. എപ്പോഴും സുഷിൻ്റെ അടുത്ത് ഞാൻ സ്ക്രിപ്റ്റ് പറയുകയും സുഷിൻ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാതെ ഇതിൽ വരുന്ന ആളല്ല. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് പ്രോപ്പറായിട്ട് വിഷ്വലൊക്കെ കണ്ട് അതിനുശേഷമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളിലേക്ക്. സുഷിൻ്റെതായിട്ടുള്ളൊരു പുതിയ ലാംഗ്വേജ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ വേറൊരു തരത്തിൽ. കാരണം ഇപ്പം മനുഷ്യൻ പാട്ടാണെങ്കിലും പടം മൊത്തം കണ്ടിട്ട് പടത്തിൻ്റെ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വിനായക് അത് നന്നായിട്ട് മോണോലോഗും ലിറിക്സും ഒക്കെ നന്നായിട്ട് അത് കൊണ്ടുവന്നിട്ടുമുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇപ്പം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അൻവർ അലി ആയാലും എല്ലാവരും ഈ പടത്തിൻ്റെ സത്ത എന്താണോ അത് അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും വർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട പോർഷൻ ലാലേട്ടൻ്റെ ഇൻട്രോയില് ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റ് വിത്തൗട്ട് ഫൈറ്റ് ആണ്. അതെങ്ങനെ ശരിക്കും അത് കൊറിയോഗ്രാഫ് ചെയ്ത അത് ഭയങ്കര ഫൈറ്റ് വിത്തൗട്ട് ഫൈറ്റ് എന്ന് പറയുമ്പോൾ മീൻസ് ലാലേട്ടൻ അത് ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്. പക്ഷെ ലാൽ സാർ ആ ലിഫ്റ്റിലൊക്കെ നല്ല ആക്ഷൻ ചെയ്തു. അല്ല ലിഫ്റ്റില് ഫസ്റ്റ് ഇൻട്രോ സീനില് ആ വീട്ടിലെ സ്ഥലത്താ പറയുന്നത് അതൊരു ബ്രെയിൻ ആണല്ലോ. ഞാൻ പറയുന്നത് ഒരാൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഒരാൾക്ക് ഇത്രയും ആൾക്കാർ വരുന്ന സമയത്ത് ഹീ കാൺ ജസ്റ്റ് ഗോ ഇൻ അങ്ങനെ പോയിട്ട് തോക്കെടുത്ത് എല്ലാവരും വെടിവെക്കുക. ആ തോക്കിന് പോലും പർപ്പസ് ഉണ്ട്, എന്തിനാണ് ആ തോക്ക് കൊടുത്തിരിക്കുന്നത് പോലും പുള്ളിക്ക് പറയുന്നുണ്ട്. അപ്പൊ അവിടെ സംഭവം എന്താണ്, അവിടെ പുള്ളി കുറച്ചുകൂടെ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയൊക്കെ ആൾക്കാരെ ടാക്കിൾ ചെയ്യാം അത് വളരെ സില്ലിയാ. പുള്ളിയുടെ റഹീമിന്റെ ക്യാരക്ടറും അങ്ങനെയാണ്. പുള്ളി കുറച്ചു കാലമായിട്ട് പുള്ളി റെസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യന് ഇതൊക്കെ എന്താ ഒന്നുമില്ല എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി അതിനെ കാണുന്നത്. ഫഹദ് പറയുന്നുണ്ട് എന്തൊക്കെ ചെന്ന് കയറി കൊടുക്കാനുള്ള ഡയലോഗ്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൈക്രോ ഡയലോഗ്സ് പിന്നീട് ആഡ് അല്ലല്ല അതൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു. ഈ മനുഷ്യ നന്ദൻ ശരിക്കും എങ്ങനെയാ സിനിമയിലേക്ക്? മനുഷ്യ ആക്ച്വലി എൻ്റെ ബാച്ച്മേറ്റ് ആണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം മനുഷ്യ ആക്ച്വലി മലയാളത്തിൽ അങ്ങനെ റോക്കി റാണി, ഡങ്കി അതൊക്കെ ചെയ്തിരിക്കുന്ന തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ അങ്ങനത്തെ പടങ്ങൾ. അപ്പോൾ അവനിങ്ങനെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്ലോസ് കൂടിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ ഗ്രിറ്റി ആയിട്ടും റിയൽ ആയിട്ടും എന്നാൽ അതിനകത്ത് സ്കെയിലും വേണം. അപ്പം ഈ ഗ്രിറ്റിയും സ്കെയിലും ഒരുമിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എസ്പെഷ്യലി ആ ഫ്ലൈറ്റ് സീക്വൻസ് ഒക്കെ നമ്മൾ ഭയങ്കര തുടക്കത്തിലുള്ള മിഗൊക്കെ ഭയങ്കര ബിലീവബിളാക്കി എടുക്കുക എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര ട്രോള് വീഴുന്ന സീക്വൻസ് അതൊക്കെ. കാരണം ഒരു മിഗിനകത്ത് ഒരാളെ കയറ്റിയിരുത്തി പറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അതിൻ്റെ എല്ലാ സൈഡും VFX എക്സ്പെക്റ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി നമ്മൾ ബിലീവ്. കാരണം നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ടോപ്പ് ഗണ്ണൊക്കെ കണ്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും കമ്പാരിസൺ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ എന്താ പറയുക നമുക്ക് ബ്രേക്ക് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടൊന്നും ചിന്തിക്കാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സിനിമയിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ആലോചിച്ചിരുന്നുള്ളൂ. അതിപ്പം ആ സീക്വൻസ് ആയാലും മമ്മൂക്കയുടെ ഇൻ്റർവെല്ലുള്ള ഫ്ലൈറ്റിൻ്റെ ആക്ഷൻ സീക്വൻസിലാണെങ്കിലും ഒക്കെ റിയൽ ഫ്ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ ഒരു കാർഗോ ഫ്ലൈറ്റിൻ്റെ എല്ലാ എലമെൻസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഹൗ വാട്ട് എവർ ഇസ് ദെയർ റിയൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും. കാരണം നമുക്ക് ആൾക്കാർക്കും കാണിച്ചു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ഒരു കാർഗോ ഫ്ലൈറ്റിലുള്ള ഉണ്ടാവുന്നതെന്നൊക്കെ. കാർ സീക്വൻസിലേക്ക് വരുമ്പോഴേ 3 പേരുള്ള കാർ സീക്വൻസിനകത്ത് ആ ഒരു സിംഗിൾ ഷോട്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ആ ഹിറ്റ്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം. പിന്നെ അതിൻ്റെ പേസും ഒക്കെ കുറച്ചുകൂടെ വേറെ രീതിയിലുള്ള ഒരു നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ചേസ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു
റഷ് ഉണ്ടാക്കുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ഈ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മലയാളത്തില് ഇപ്പോഴാണെങ്കിൽ കൺവെൻഷനൽ ആയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം അൺകൺവെൻഷനൽ ആണ്. ഇപ്പോൾ റീസെന്റ് വാഴ വന്നു, അല്ലെങ്കിൽ ലോക വന്നു. പക്ഷെ ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഈ സിയു സോൺ ഒക്കെ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആളുകൾ OTT കുറച്ചുകൂടെ ആളുകൾക്ക് ഈ ഗുസ്റ്റാക്കുന്നതിൽ ആസ് എ ക്രിയേറ്റർ ശരിക്കും എങ്ങനെ ഈ ഒരു ഫേസ് കാണുന്ന മലയാളം ഫിലിംസ്? എനിക്ക് തോന്നുന്നു വളരെ നല്ല ഫേസിലാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ വലിയ ഫേസിൽ നിൽക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടെ കുറച്ചുകൂടെ ഗ്രൗണ്ട് ആയിട്ടുള്ള റോളുകൾ ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കരമായ ഡ്രൈവ് ഉണ്ട്. അവർക്ക് അങ്ങനെയുള്ള സ്പേസിലോട്ടും കൂടെ അവരെ കൊണ്ടുവരുമ്പോഴാണ് നമുക്കും ഫിലിം മേക്കേഴ്സിനും കുറച്ചുകൂടെ ചാലഞ്ച് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ എപ്പോഴും ടെംപ്ലേറ്റ് ആയിട്ടുള്ള സ്ലോ മോഷനും നടത്തവും മറ്റേ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് കുറച്ച് ഒന്ന് ബ്രേക്ക് ചെയ്യുക. എന്നാൽ എല്ലാത്തിനുള്ള മൊമെൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടല്ലോ ഈ പടത്തിനകത്ത്. അപ്പോൾ ആ മൊമെൻറ്റ്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡെഫിനറ്റ് ആർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഈ ശരിക്ക് ഈ കാലഘട്ടത്തിൽ ഈ മേക്കിംഗ് ഷൂട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടാവുമല്ലോ, എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ശരിക്കും ഹാൻഡിൽ ചെയ്തൊരു പോയിന്റ്. ഞാൻ പറയുന്നത് ഇത് നമ്മളിപ്പോൾ ഒരു ഭയങ്കര ടെംപ്ലേറ്റ് സിനിമ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രഷർ വരുന്നത്. മറ്റേതല്ലാതെ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഉണ്ടാക്കുന്ന സിനിമയ്ക്കകത്ത് വേറൊരു എക്സാമ്പിൾ ഇല്ലാത്തൊരു സിനിമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഇതുണ്ട്, റിസ്ക് ഉണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതെങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നതിൻ്റെ ഒരു ബാക്കിയുള്ള വശങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവുന്നത് നമുക്കൊരു പുതിയ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നത് എന്താണ് ഈ പേട്രിയറ്റ് എന്താണ് ഭയങ്കര. പക്ഷെ അത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഡിസിഡന്റും പേട്രിയറ്റും തമ്മിലുള്ള വരമ്പ് എന്താന്നുള്ളത് സിനിമ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായെന്നുള്ളത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കുറെ ടേക്ക് അവേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ശരിക്കും ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പലതരത്തിലുള്ള എക്സ്പെക്റ്റഡ് റിവ്യൂസും ആള് കാണുന്നുണ്ടാവും. ശരിക്കും ഈ സിനിമ എത്രത്തോളം പേഴ്സണലാണ്? കാരണം ഒരുപാട് വർഷമായിട്ട് ഈ സ്പേസിൽ നിൽക്കുന്ന ആളാണ്, ഒരുപാട് വർഷം എഡിറ്ററായിട്ട് നിന്നു, അതിൻ്റെ ഫിലിം മേക്കറായി, റൈറ്ററായി, സിനിമാറ്റോഗ്രാഫറായി. സിനിമ എത്രത്തോളം പേഴ്സണലാ, അത് എത്രത്തോളം എഫക്ട് ചെയ്യാം? എല്ലാ സിനിമയും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പേഴ്സണൽ ആണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് നമുക്ക് കിട്ടുന്ന, നമുക്കിപ്പോൾ ഇന്ന് ഇറങ്ങിയ ഒരു സിനിമ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് നല്ലതായിരുന്നു എന്ന് പറയുന്നത് എന്ത് കാര്യമിരിക്കുന്നത്, അതിന് കാര്യമില്ലല്ലോ. അതിനെക്കുറിച്ച് ഞാൻ കൺസിഡർ ചെയ്യാറില്ല. ഞാൻ പറയുന്നത് നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പറയുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവണം. ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ഫാക്ടേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ അത് തുടക്കം മുതലേ ഇതിൻ്റെ ഇൻ്റർവ്യൂസിൽ എല്ലാവരും മമ്മൂക്ക എല്ലാവരും സ്റ്റാർ പടം എന്നുള്ള എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിലേക്ക് എത്തും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പല മേക്കേഴ്സും പറയുന്ന ഒരു കാര്യം ഈ സെൻസറിൻ്റെ ഇഷ്യൂസ് ആണ്. പല ഡയറക്ടേഴ്സും പറയുന്നുണ്ട് ഇനി മുതൽ ക്യാരക്ടേഴ്സിൻ്റെ നമ്പർ വരെ ഇടേണ്ട സാഹചര്യം വരെ ഉണ്ടെന്ന്. ശരിക്കും എങ്ങനെയാണ് ഈ സെൻസർഷിപ്പിനെ ആസ് എ എഡിറ്റർ, ആസ് എ ഡയറക്ടറൊക്കെ കാണുന്നത്? കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ഒരു ഫിലിം പുറത്തിറക്കുക എന്നുള്ളത്. പല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ജീവിക്കുന്നതിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ചട്ടക്കൂടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുമ്പം എല്ലാ തരത്തിലും ഒരു കമ്മ്യൂണൽ ഹാർമണി ആയാലും അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഒരു രീതിയിൽ നമ്മൾ ആരെയും ഹാംഫുൾ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തൊരു ആദ്യത്തെ കാർഡുണ്ട്, ദിസ് ഫിലിം ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ഡിജിറ്റലൈസേഷൻ ഓഫ് ഇന്ത്യ. സെൻസർ ബോർഡ് തന്നെ പറഞ്ഞാണ് യു ക്യാൻ കീപ് ദറ്റ് കാർഡ്, യു ഷുഡ് കീപ് ദറ്റ് കാർഡ് എന്ന് പറഞ്ഞാണ്. കാരണം ബിക്കോസ് നമുക്ക് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഇത് ഭയങ്കര ആ രീതിയിലേക്ക് പോകുന്നതാണോ. നമ്മൾ ഇതിനകത്തെ ഒരു ടെക്നോളജി എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ആ മിസ്യൂസ് ചെയ്യുന്നതിനകത്ത് നമ്മളും എല്ലാവരും വിക്ടിംസാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൽ വീണ് പോകാതിരിക്കാനുള്ളൊരു ഒരു കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കാനും കൂടെ ഉള്ളൊരു, നമുക്ക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഇത് നടന്ന സംഭവമല്ല, നടക്കരുതാത്തതാണെന്ന് പറയുമ്പോൾ ആ നടക്കരുതാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാതെ നടന്നു കഴിഞ്ഞിട്ട് അയ്യോ നടന്നു പോയല്ലോ എന്ന് പറയുന്നത്, പക്ഷെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അറിയിപ്പിലൂടെ അടക്കം പറഞ്ഞു വെച്ചത് ശരിക്കും അത് തന്നെ. അറിയിപ്പ് ഇതുപോലത്തെ ഒരു സമയമല്ല, പക്ഷെ അത് വേറൊരു രീതിയിലുള്ള ഒരു സോണിലുള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് കുറെ കൂടെ നീഷായിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് കുറച്ചുകൂടെ നമ്മൾ ഡയറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ കൂടെ എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ഫ്രീ ലാപ്ടോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ പലർക്കും ഈ ഫ്രീ ബീസ് ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളിനകത്ത് നമുക്ക് അറിയില്ലല്ലോ എന്താ നമുക്ക് അറിയില്ല. കാരണം അതിനകത്ത് പലതും പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് അതിനകത്തൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വൺസ് യു മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോൺ. നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ അത് അല്ലെങ്കിൽ പിന്നെ ഇത് ഈ ക്രാക്ക് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വേറെ രീതിയിലാണ്. അതൊന്നും ഇങ്ങനത്തെ ഈ അടിസ്ഥാന വർഗ്ഗത്തിനൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ അറിയാം. അപ്പം അവർ എന്താണോ സെറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോഴുള്ള അവർക്കും കുറച്ചുകൂടെ അറിഞ്ഞിരിക്കണം ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ
ഒരു നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ഡീറ്റെയിലൈസേഷൻ കാർഡ് ശരിക്കും വെച്ചപ്പോൾ ക്രൂവിന്നൊക്കെ മമ്മൂക്കൊക്കെ ശരിക്കും എന്താ പറഞ്ഞത്? കാരണം ഹീസ് ഭയങ്കര ഇൻ ടു ടെക് ഇതാണല്ലോ. അല്ല, കാരണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ പറയുന്ന വിഷയത്തിനോട് വളരെ സത്യസന്ധമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിനകത്ത് ആരും ഇതിലേക്ക് പോകുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ഈ പറയുന്നത് ഇതിനെ വഴിതെറ്റിച്ച് വിടുന്ന കുറേ മനുഷ്യരുണ്ട്. അതിപ്പോൾ ടെക് ജയൻസ് ആയാലും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പല കേസുകളിലും ഈ പോലീസുകാർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, സൈബർ പോലീസിന് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അവർക്കൊരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് അവരൊരു നോട്ടീസ് കൊടുക്കും. അത്രേ ഉള്ളൂ, വേറൊന്നും അവർ ചെയ്യത്തില്ല. കാരണം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ പാരൻറ്റ് കമ്പനി എവിടെയെന്ന് അറിയില്ല. അല്ല, ഞങ്ങൾക്ക് അറിയുന്നില്ല എന്നല്ല അവർ പറയുന്നത്. അവർ പറയും, അവർ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ പാരൻറ്റ് കമ്പനി ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലല്ല. സോ നമ്മുടെ നിയമവശങ്ങൾ വെച്ചിട്ട് ഇവരെ നമുക്ക് വേറെ രീതിയിലൊരു കേസിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ മിഡിൽ മെൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, മീഡിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, കോൾ സെൻറ്റർ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇതിൻ്റെയൊക്കെ സെർവർ ഇരിക്കുന്ന പോലും വേറെ സ്ഥലത്തായിരിക്കും. ആ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനൊരു കഥ പറയുമ്പോൾ നമ്മളും കുറച്ചുകൂടെ വിജിലൻ്റ് ആവുമല്ലോ. കുറച്ചുകൂടെയൊക്കെ നമ്മൾ നാളെ ഇപ്പോൾ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്കും തോന്നുമല്ലോ, ഇതെന്തിനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അത് ഒന്ന് വായിച്ചു നോക്കിയേക്കാം നമുക്ക് തോന്നുന്നു. ഈ നയൻതാര ശരിക്കും എങ്ങനെയാ ഓൺ ബോർഡ് വരുന്നത്? നയൻതാര ഈ ഇതിനകത്ത് എല്ലാവരും ചില ക്രൂഷ്യൽ റോളുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പം ആ സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ടോക്കിനകത്ത് അവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു സംഭവം പ്രൊഡക്ഷനിൽ നിന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ പറയുന്നത് എനിക്ക് വളരെ കുറഞ്ഞ സ്പേസ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ വന്ന് ചെയ്യാം, ഇങ്ങനൊരു പടമല്ലേ, ഷീൽ കം ആൻഡ് ഡു എന്നുള്ള ലെവലിലാണ്. അല്ലാതെ അങ്ങനെ ഇതിനകത്തൊന്നും അവരുടെ ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള താരമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ല അവരുടെ, അതൊന്നും അവർ നോക്കിയിട്ടില്ല. ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്യാൻ ഈ ദർശനയ്ക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് ആ ക്യാരക്ടറിനും. ശരിക്കും അതൊരു ഭയങ്കര ഒരു ക്ലച്ച് ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറാണല്ലോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറും ദർശനാണ്. സോ ദർശനയുടെ റൈറ്റിംഗ് ശരിക്കും എങ്ങനെയാ? 3 സ്ത്രീകളിലൂടെയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കഥയുടെ ഒരു ഗ്രാഫ് കിടക്കുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 1 രേവതി ചേച്ചിയുടെ, 2 ദർശനയുടെ, 3 ആതിര എന്ന് പറഞ്ഞാൽ പുതിയ 16-year-old കുട്ടികളുടെയും കാര്യത്തിൽ. അപ്പോൾ അതിനകത്ത് ഈ എക്സ് മിനിസ്റ്റർക്ക് ചെയ്യാൻ പറ്റാതെ പോയത് ഇവരുടെ തന്നെ ഒരു, കാരണം അത് ടെക് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന, IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന പലർക്കും ഈ ഡെലമയുണ്ട്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ഡേറ്റ വേറെ ആരിലേക്കെങ്കിലും പോകുന്നുണ്ടോ, അന്ന് അങ്ങനെ പറഞ്ഞ് രാജിവെച്ച എത്രയോ ആളുകളുണ്ട്, റിസൈൻ ചെയ്ത് പോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷനാണ് പുള്ളിക്കാരുടെ ക്യാരക്ടർ. ആൻഡ് ഷീ വാസ് ഓൾസോ ലൈക്ക് സൈലൻസ്ഡ് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴേക്കും. പിന്നെ നിൽക്കുന്നത് വേറൊരാളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷെയിം ഷ്രെഡ് ചെയ്തിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു സാധാരണ അടിസ്ഥാന വർഗത്തിൽ പെടുന്ന ഒരു സ്കൂൾ കുട്ടി എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ഒരു ശക്തി നിൽക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ഉള്ളൊരു പാത്വേ ആയിട്ടാണ് എല്ലാവരെയും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മമ്മൂക്ക ശരിക്കും ഹോൾ ഫിലിം കഴിഞ്ഞിട്ട് ശരിക്കും എന്താ പറഞ്ഞ ഫീഡ്ബാക്ക്? മമ്മൂക്കൊക്കെ ആക്ച്വലി ഇതിന്റെ കഥ തൊട്ട് മമ്മൂക്കൊക്കെ അറിയാം, ഇതൊരു സ്റ്റാർ ഡ്രിവൺ വെഹിക്കിൾ അല്ല, ഇതൊരു പ്ലോട്ട് ഡ്രിവൺ സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താ പറയുന്നത്, ഇതിനകത്ത് ഞങ്ങളെ ആരും ഇപ്പൊ ലാൽ സാർ സംസാരിക്കുമ്പോഴൊക്കെ, ലാൽ സാർ ഇപ്പൊ ഇന്ന് സംസാരിച്ചപ്പോഴും പറഞ്ഞത് എനിക്ക് ഈ പടം പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ സ്റ്റാർ ആയിട്ട് കാണാൻ തീരുമാനിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അറിയില്ല. അത് സത്യമാണ്, കാരണം അങ്ങനെ അല്ലല്ലോ സിനിമയെ വിലയിരുത്തേണ്ടത്. Let's treat them as actors. ഈ ശരിക്കും പറഞ്ഞാൽ ഇവരുണ്ട് മമ്മൂക്ക ഉള്ള ഒരു ഫേസ് എന്ന് പറയുമ്പോൾ എന്തും പ്രതീക്ഷിക്കാവുന്ന ഫേസാണ്. ഒരു പക്ഷെ എനിക്ക് ലാലേട്ടൻ കൂടെ വന്നോണ്ടായിരിക്കുമല്ലോ, കാരണം ആളുകൾ കുറേയും കൂടെ മറ്റൊരു തരത്തിലും ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അവർ രണ്ടുപേരും ഒരേപോലെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലം മുമ്പ് എത്രയോ സിനിമകൾ ഇങ്ങനെ ഷെയർ ചെയ്ത് അഭിനയിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അവർക്കും ഇപ്പോഴും ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കാനുള്ള എല്ലാ സ്പേസും എല്ലാ അവകാശവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് സിനിമയ്ക്കകത്ത് എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ വേണ്ട രീതിയിലുള്ള എലമെൻസും മാസ് എലിവേഷൻസും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞ അത് ക്യാരക്ടറിൽ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തിക്കൊണ്ട് ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ റിയൽ ലൈഫ് ഇൻസിഡൻസുകൾ ഇങ്ങനെ ഇടയ്ക്ക് അതിൽ നിന്നൊരു ഭയങ്കര ക്രക്സ് എടുത്ത് എപ്പോഴും സിനിമയാക്കുന്ന ആളാ. ഇനിയുണ്ടോ മനസ്സിൽ അങ്ങനത്തെ കുറച്ച്? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ റിയൽ ലൈഫിനെ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളെന്നല്ല, നമ്മളെ സ്പർശിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ചെയ്യാന്ന് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. ഈ ശരിക്കും എപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോക്കിരാജ പോലെ ഒരു ഓവർ ദി ടോപ്പ് അങ്ങനത്തെ പടം ചെയ്യണം എന്നുള്ള ഒരു, അത് നമ്മള് ചിലപ്പം ഓരോ സമയത്ത് തന്നെയാണല്ലോ. ഞാൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ഫേസിൽ ഞാൻ കുറച്ച് ചിലപ്പം വേറെ രീതിയിൽ, ചിലപ്പോൾ അടുത്ത സിനിമ എന്താണെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെയായിരിക്കും ചെയ്യുമ്പോൾ ഒന്നും എനിക്കറിയില്ല, വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ. കമൽ സാറിന്റെ സിനിമ ശരിക്കും എന്താ, അതൊരു പടത്തിന്റെ സീക്വലാണ്. പക്ഷെ അപ്പൊ അതിന്റെ ഒരു കുറച്ച് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു സീക്വലും അന്നിങ്ങനെ, അത് ആക്ച്വലി സീക്വൽ അല്ല, സി യു സൂണിൽ നമ്മളൊരു സ്ക്രീൻ ബേസ്ഡ് സിനിമ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് സ്ക്രീനിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്.
അതിനെ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേറൊരു സിനിമ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണ നമുക്ക് അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും, ഉടനെ നടക്കുമെന്ന് എനിക്കറിയില്ല. പാട്രിയോട്ടിനും സീക്വലിനൊക്കെ പറ്റി ആളുകൾ പറയുന്നുണ്ടോ? അങ്ങനെ ഇല്ല, എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോരോ ആർക്കുണ്ട്, അവരെല്ലാം വെച്ചിട്ട് വേറെ വേറെ സെപ്പറേറ്റ് സിനിമകൾ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഈ സിനിമ ടോട്ടാലിറ്റിയിൽ ഇങ്ങനെ കാണാനാണ് ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ശരിക്കും അങ്ങനത്തെ ഇപ്പൊ പേഴ്സണൽ അറ്റാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് റിലീസിന്റെ അന്നൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ സിനിമകൾക്കും എനിക്ക് ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ മാലിക്കിലുണ്ടായിരുന്നു. എല്ലാത്തിനും നമുക്കിപ്പോൾ കുറച്ചുകൂടെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള എത്തിയിട്ടില്ല, അല്ലാതെ തന്നെയുള്ള സംഭവങ്ങളെ കുറിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കുറച്ച് ലൈറ്ററായിട്ട് ഞാൻ അത് പറയുന്നവർ അവരുടെ അഭിപ്രായങ്ങളല്ലേ, അത് പറയണം, കേൾക്കണം. കാരണം അവർ എക്സ്പെക്ട് ചെയ്ത് പോകുന്നത് എന്താണോ അത്, എക്സ്പെക്ടേഷനും ഈ ഡെലിവറിക്കും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പം ആദ്യമേ നമ്മൾ പറഞ്ഞു, ഇപ്പം ട്രെയിലർ എന്താണോ ട്രെയിലറാണ് തന്നെയാണ് സിനിമ, ട്രെയിലർ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെയാണ് സിനിമയും പ്രസന്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തിയേറ്ററിലേക്ക് വന്ന സിനിമ ആസ്വദിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു, ഇനി അടുത്ത ഡയറക്ടർ? ഞാനിപ്പോൾ ഒന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ പാട്രിയോട്ട് തിയേറ്ററിൽ എത്തി, അപ്പോൾ അതിന് എല്ലാവിധ ഇപ്പോൾ നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട് ആളുകളുടെ നിന്ന്. അപ്പോൾ ഇനി ഒരുപാട് അത്രയും അറ്റംപ്റ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇറ്റ്സ് ലൈക്ക് ഒരു അങ്ങനത്തെ സിനിമകളും അങ്ങനത്തെ കഥകളും പറയേണ്ടതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും മുന്നോട്ട് അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കും.